അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളിൽ ഒന്നായ അല്ലാഹ് എന്ന ഒരു നാമത്തെക്കുറിച്ചിട്ടാണ്. നമുക്കറിയാം അള്ളാഹുവിന് 99 പേരുകളുണ്ട് എന്നൊക്കെ അല്ലേ, അത് പഠിച്ചവരുമാണ്. പക്ഷേ ഓരോ പേരുകളും ഓരോ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളോട് അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സ്വഭാവമാണ് അല്ലേ, അള്ളാഹുവിൻ്റെ സവിശേഷതകളാണ്. അള്ളാഹു എന്താണോ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പേരുകൾ അല്ലേ. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ പേരുകൾ അല്ലേ, ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. അതായത് അള്ളാഹുവിൻ്റെ ഒരു സവിശേഷത സ്വഭാവ ഗുണങ്ങളാണ്. പക്ഷേ നമുക്ക് അങ്ങനെ പേര് വരുന്ന സമയത്ത് നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത പേരുകളായിരിക്കും അല്ലേ. ശരിക്കും നമ്മുടെ പേരുകളും നമ്മുടെ സ്വഭാവം നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഒരിക്കലും നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടല്ല നമ്മുടെ പേരുകൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വഭാവ ഗുണങ്ങളാണ്. അള്ളാഹുവിന് മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പേരുകൾ. അതുകൊണ്ടാണ് ആ പേര് ഉപയോഗിച്ചിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. പേര് ഉപയോഗിച്ചിട്ട് ഓരോ പേരും ഓരോ സന്ദർഭത്തിലും ഉപയോഗിച്ചിട്ട് ദുആ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അള്ളാഹുവിൻ്റെ പേര് നമുക്ക് അറിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ശരിയായ രീതിയിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കില്ല. അള്ളാഹുവിൻ്റെ പേരുകൾ അറിയുക എന്നുള്ളത് എന്താണ്? അള്ളാഹുവിൻ്റെ പേര് അറിയുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഒരു ഇഷ്ടമാണ് അല്ലേ. നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമാകുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ പേരുകളൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവുള്ളൂ, ഉയരാൻ സാധിക്കുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പേരും നമ്മുടെ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഓരോ പേരിലും ഓരോ ആശയം, ഓരോ അർത്ഥമുണ്ടല്ലേ. അള്ളാഹുവിൻ്റെ ഓരോ സ്വഭാവ ഗുണങ്ങളുണ്ട്. അത് ആ സന്ദർഭത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഉദാഹരണത്തിന് നമ്മളൊരു മനുഷ്യനായിട്ട് സംസാരിക്കുക, അതായത് ഒരു യാത്രയിൽ അല്ലേ, ഒരു യാത്രയിൽ മനുഷ്യനായിട്ട് സംസാരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ പറയും ഒരാളെ പരിചയപ്പെടണമെങ്കിൽ അയാൾ കൂടെ യാത്ര ചെയ്താൽ മതിയെന്ന് അല്ലേ. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അയാളുടെ സ്വഭാവം മനസ്സിലാവില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഓരോ കാര്യങ്ങൾ നമുക്ക് അവിടെ സംസാരിക്കുമ്പോൾ അവരുടെ റെസ്പോൺസ്, അവരുടെ മറുപടി അല്ലേ, പിന്നെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറയും അല്ലേ, അവർ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോഴാണ് നമുക്ക് അയാളോട് എത്രത്തോളം നമുക്ക് സംസാരിക്കാം, നമ്മളെ കാര്യങ്ങൾ എത്രത്തോളം അയാളോട് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള അയാളെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അയാൾ എങ്ങനത്തെ രീതിയിലുള്ള ഒരാളാണെന്നല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മളറിയാം നല്ല നല്ല മനസ്സുള്ള ഒരാളാണ്, എന്ത് പറഞ്ഞാലും പോസിറ്റീവായിട്ട് എടുക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ നമ്മളെന്താ പറയുക, അയാളുണ്ട് ഒരടുക്കാൻ തന്നെ പറ്റില്ല അല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഫുള്ളായിട്ട് പറയാനേ പാടില്ല, ഒക്കെ നെഗറ്റീവായിട്ട് അടിച്ചിട്ടുള്ളൂ, വെറും അങ്ങനത്തെ രീതിയിലുള്ള സംസാരമാണ്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരാൾ അങ്ങനെ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് അറിയുന്നതോറും നമുക്ക് മനസ്സിലാവും അയാൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നുണ്ടെന്ന് അല്ലേ. ഇപ്പോൾ താഴ്ന്ന രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ചിലപ്പം ഉയർന്ന രീതിയിലേക്ക് മനസ്സിലാക്കുക. അത് അയാളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ആയിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയുന്നതോറും നമുക്ക് എന്താണ്, അള്ളാഹു നമ്മുടെ മനസ്സിൽ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അള്ളാഹുവിൻ്റെ ഓരോ സിഫത്തുകൾ നമ്മൾ പഠിക്കുമ്പോഴും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓരോ പേരുകൾ പഠിക്കുമ്പോൾ അള്ളാഹു ഉയർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റും. അള്ളാഹുവിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അള്ളാഹുവിൻ്റെ കാരുണ്യം മനസ്സിലാക്കാൻ പറ്റും.
അള്ളാഹുവിൻ്റെ മഹത്വം, ഭംഗി കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാനും നമുക്ക് ഇഷ്ടപ്പെടാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അറിയുമ്പോഴാണ് ഞാൻ ആരെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൂടുതൽ ചിന്ത നമുക്ക് മനസ്സിലാവും അല്ലേ. നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ നമസ്കരിക്കുന്നത്, നമ്മൾ ദുആ ചെയ്യുന്നത്, നമ്മൾ ആരെ മുന്നിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, എങ്ങോട്ടാണ്, ആരുടെ അടുത്തേക്കാണ് തിരിച്ചു പോകുന്നത്, എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അള്ളാഹുവിനോട് ഭയം കൂടും അല്ലേ. അള്ളാഹുവിനോടുള്ളൊരു ഭയഭക്തി നമുക്ക് കൂടാൻ തുടങ്ങും. അത്തരത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. നമ്മളെ മനസ്സിൽ ഓരോ വാക്കുകൾ, ഓരോ പേരുകൾ നമുക്ക് പഠിക്കുമ്പോൾ ഇതാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ ഭയം, അള്ളാഹുവിനോട് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലാതെ അള്ളാഹിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞാൽ കൂടെ നമ്മളെ മനസ്സിലാക്കാനും കൂടി സാധിക്കും അല്ലേ. അള്ളാഹ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാനൊരു പണിയില്ലല്ലേ. നമ്മൾ എത്രത്തോളം അള്ളാഹിൻ്റെ മുന്നിൽ ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് സൃഷ്ടിച്ചത്, നമ്മളെ റോൾ എന്താണ് ഇവിടെ അല്ലേ. നമുക്ക് റോള്, നമ്മൾ എന്ത് റോളാണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് സൃഷ്ടിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ തിരിച്ചറിയുമ്പോഴല്ലേ നമുക്ക് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുള്ളൂ ആണല്ലേ. അള്ളാഹു എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഒരു ഭക്തിയോടും ഭയത്തോടും കൂടിയിട്ട് നമ്മൾ അള്ളാഹിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ അള്ളാഹിനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളെന്തിനാണ് സൃഷ്ടിച്ചത്, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഭൂമിക്ക് എന്തിനാണ് വന്നതെന്നല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ. ഇല്ല, നമുക്ക് അള്ളാഹ് എങ്ങനെയാണോ കീഴൊതുങ്ങി ജീവിക്കാൻ പറഞ്ഞത് അതുപോലെ നമുക്ക് ഇതുവരെയായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല, ജീവിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയിട്ട് വേണം ഇബാദത്ത് ചെയ്യാൻ. ഒരിക്കലും ആ ഒരു ബന്ധം മുറിഞ്ഞു പോകാനേ പാടില്ല. നമ്മൾ എന്തിനാണോ ഇബാദത്ത് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ട് നമുക്ക് ശരിയായൊരു അറിവ് വേണം. നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കാരത്തെ കുറിച്ചിട്ട് നമുക്ക് ശരിയായ അറിവ് വേണം. നമ്മൾ റമദാനിൽ നോമ്പെടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ശരിയായ അറിവ് ഉണ്ടായിരിക്കണം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലാതെ വേറെ ഇലാഹില്ല എന്നല്ലേ. നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങ് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, അള്ളാഹുവിൻ്റെ നാമോ ഗുണങ്ങളോ വിശേഷങ്ങളോ അത് അള്ളാഹുവിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. അള്ളാഹു എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിനെ തിരിച്ചറിയാൻ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അല്ലേ. നമുക്ക് ഖുർആൻ മാത്രമല്ല, നമ്മൾ ചുറ്റുപാട് കാണുന്ന എത്ര ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹ് ഉണ്ട് എന്നുള്ളതിലൊരു തെളിവാണ് അല്ലേ. അപ്പോൾ എത്രത്തോളം അള്ളാഹുവിനെ അറിയുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ മനസ്സിൽ ഭയം ഉണ്ടാകുന്നതാണ്. അങ്ങനെ അറിയുമ്പോഴാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അള്ളാഹിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാനുള്ളൊരു ചിന്ത തന്നെ വരുള്ളൂ. സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിനോട് പറയും, അല്ലെങ്കിൽ മക്കളോട് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും, കുടുംബക്കാരോട് പറയും അല്ലേ. ആദ്യം തന്നെ നമ്മൾ അങ്ങോട്ടാണ് ചിന്തിക്കുക. പക്ഷേ നമുക്ക് അള്ളാഹ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് അള്ളാഹിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് കുഞ്ഞു കാര്യത്തിനും നമ്മൾ അള്ളാഹിനോട് പറയും. വലിയ കാര്യങ്ങൾ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ എത്തപ്പോൾ അള്ളാഹിനോട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാനല്ലേ ഉള്ളൂ. അല്ല, നമുക്ക് ചെറിയ കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ ആരോട് പറയും, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയാൻ തുടങ്ങും. അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും അള്ളാഹിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങും. ഓരോ സ്റ്റെപ്പിനും അള്ളാഹുവിനോട് സഹായം ചോദിക്കും. ഓരോ സ്റ്റെപ്പിനും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത വരും. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ചിന്തിച്ചു തുടങ്ങും. എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോഴും അപ്പോഴാണ് നമുക്ക് എന്താണ് ശരിയായ രീതിയിൽ അള്ളാഹിനോട്
ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് ഇൽമുകൾ ശരിയായ രീതിയിൽ അമലാക്കി മാറ്റാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോഴേ അള്ളാഹുവിനോട് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക സെൻറ്റർ ആക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ ജീവിതത്തിലെ സെൻറ്റർ എന്താണ്? അള്ളാഹു ആണ്. ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിൽ സെൻറ്റർ ആക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ് ആക്കാൻ പറ്റുള്ളൂ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ്. നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹ് കാണുന്നുള്ള ആ ഒരു മനസ്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ചിന്ത നമ്മളുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളത് ഇബാദത്തിൽ കാണിച്ചിരിക്കും അല്ലേ. അപ്പോൾ അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മളെ മനസ്സിൽ അള്ളാഹ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞത്, യഥാർത്ഥ ഇഹ്സാൻ. അങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ കാണാത്ത നമ്മുടെ റബ്ബ് ആരാണെന്നും എന്തിനാണെന്നും മനസ്സിലാക്കും അല്ലേ. നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് തിരിച്ചറിയുമ്പോൾ അല്ലേ. അള്ളാഹു നമ്മൾ കാണുന്നില്ല അല്ലേ, പക്ഷേ അള്ളാഹു നമ്മൾ കാണുന്നുണ്ട് എന്ന രീതിയിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അല്ലേ കാണാത്ത നമ്മുടെ റബ്ബ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഹൃദയം കൊണ്ടത് തിരിച്ചറിയാനും പറ്റുള്ളൂ. ഈമാൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അല്ലേ. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഈമാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് അല്ലേ. അപ്പം ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഈമാനോട് കൂടി ചെയ്യണമെങ്കിൽ, ഓരോ കാര്യങ്ങളും ഈമാനോട് കൂടി നമുക്ക് ചെയ്യണമെങ്കിൽ അള്ളാഹു എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം അല്ലേ. അള്ളാഹു ആരാണെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഒരു സഹാബി പറയുന്നുണ്ടായി, അള്ളാഹുവിൻ്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ കടലിലെ വെള്ളം മഷിയായും മരങ്ങൾ പേനയായി ഉപയോഗിച്ചാലും ബാക്കിയാവുന്നതാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, പേരുകൾ എന്ന് പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കി, കടലിൽ വെള്ളം മഷിയായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ പേന കൊണ്ട് ഇങ്ങനെ എഴുതുക, മരങ്ങൾ പേന കണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. അപ്പം അതാണ് അള്ളാഹുവിൻ്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ പേഴ്സണലായിട്ടുള്ള പേരാണ്. അത് അവന് മാത്രമുള്ളതാണ് അല്ലേ. വേറെ ആർക്കും അള്ളാഹ് എന്നുള്ള പേര് കണ്ടിട്ടില്ല. ദൈവം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആണ് അല്ലേ. നമ്മൾ പൊതുവേ നമ്മൾ പറയാം അള്ളാഹ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അവനല്ലാതെ വേറെ ഇലാഹില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാൻ്റെ അർത്ഥമായിട്ട് വരിക. അതിൽ അള്ളാഹ് എന്നുണ്ടല്ലേ. അപ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞ ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അവനല്ലാതെ വേറെ ഇലാഹില്ല. അള്ളാഹ് എന്ന പേരിനെ അൽ ഇസ്മുൽ ജലാല എന്നാണ് പറയുന്നത്. ആ ഒരു പേരിന് മാത്രം കേട്ടോ. ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള മഹത്തമായിട്ടുള്ള ഒരു പേരാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മലയാള ഭാഷയ്ക്കൊന്നും അള്ളാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം പറയാനുള്ള വാക്കുകളില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണെന്ന് മനസ്സിലാക്കാം നമ്മൾ. കാരണം നമുക്ക് നമ്മളെ ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു പരിധിയുണ്ട്. അപ്പം നമുക്ക് മനസ്സിന് ആശ്വാസം തേടുന്ന ഒന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യരായിക്കോട്ടെ, ജിന്നുകളായിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, എല്ലാം അള്ളാഹുവിനെ കീഴൊതുങ്ങിയാണ് ജീവിക്കുന്നത് അല്ലേ. മനുഷ്യരിലും ജിന്നിലും പെട്ട ചില ആളുകൾ ഉണ്ട്. എന്താ വെച്ചാൽ അള്ളാഹുവിൽ കീഴൊതുങ്ങാൻ മടിക്കുന്നവരില്ലേ. എന്നാൽ ഒരു ദിവസം വരും അവന് കീഴൊതുങ്ങുന്നൊരു ദിവസം അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ കീഴൊതുങ്ങുന്ന ദിവസം നമുക്ക് വരുന്നുണ്ട് അല്ലേ. അള്ളാഹുവിൽ കീഴൊതുങ്ങാൻ മടിച്ച് നിൽക്കുന്നവർ നമ്മളുണ്ടോ എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുക. അള്ളാഹുവിന് പൂർണ്ണമായിട്ട് കീഴൊതുങ്ങി ജീവിക്കുന്നവരാണെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. നമുക്ക് എന്തോ ഒരു ഉയർന്ന ശക്തിയിൽ നിന്നാണ് അല്ലേ നമ്മളൊക്കെ ജീവിക്കണതിലെ എന്തോ ഒരു ഉയർന്ന ശക്തി നമ്മുടെ പിറകിലുണ്ട്. എന്തോ ഒരു ശക്തി മാത്രമേ അല്ലേ, ആ ഒരു ശക്തിയിൽ മാത്രമേയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റുള്ളൂ അല്ലേ എന്നുള്ള ആ ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും എന്ത് വെച്ചിട്ടുണ്ട്? അള്ളാഹു ഹൃദയം പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ്? നമ്മുടെ പിന്നിലൊരു ശക്തിയുണ്ട്. ആ ഒരു ശക്തിയുടെ സഹായം ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല അല്ലേ. അതാണ് അള്ളാഹ്. അപ്പോൾ അള്ളാഹിൻ്റെ പേര് എന്ന് പറയുന്നത്
പവർഫുള്ളായിട്ടുള്ളൊരു പേരാണ് അല്ലേ. അള്ളാഹുവിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഫുൾ ബറക്കമുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബിസ്മില്ലായിൽ തുടങ്ങുന്നുണ്ടല്ലേ, എന്തിനാ നമ്മൾ ബിസ്മില്ല ചൊല്ലുന്നത്? അതൊരു ബറക്കയാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു പശുവിനെ ഇറക്കുകയാണെങ്കിൽ ബിസ്മില്ല എന്ന് ചൊല്ലുന്നുണ്ട്. എന്താ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഹലാലായി മാറി അല്ലേ, നമുക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണത്തിൽ ബറക്കുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ പേരുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളും ഇബ്ലീസും തമ്മിലൊരു മറയുണ്ടാവുകയാണ് അല്ലേ. ബിസ്മില്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഇബ്ലീസും നമ്മളുടെ ഇടയിലൊരു മറ ഉണ്ടാവുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ വസ്ത്രം മാറുകയാണെങ്കിൽ, വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ, വാതിലെടുക്കുകയാണെങ്കിൽ, എന്താണ് അല്ലേ, ഷെയ്ത്താന് പിന്നെ ബിസ്മി ചൊല്ലി കഴിഞ്ഞാൽ ഷെയ്ത്താൻ അവിടെ പ്രവേശിക്കാനേ പറ്റൂല. അപ്പോൾ എന്താണ്, അള്ളാഹുവിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പവർഫുൾ ആണ്. ജീവിതത്തിലുടനീളം നമ്മൾ ശല്യം ചെയ്യുന്ന ആളാണ് ഇബ്ലീസ് അല്ലേ. അപ്പോൾ ഇബ്ലീസിനെ തടുക്കാനുള്ള ശക്തി ബിസ്മില്ല അള്ളാഹുവിൻ്റെ പേരുകൾക്കുണ്ടെങ്കിൽ അത് എത്രത്തോളം പവർഫുള്ളാണ് അല്ലേ. ജീവിതത്തിൽ നമ്മൾ ഈ പിറകെ നിന്നില്ലേ ഇബാദത്ത് ചെയ്യുമ്പോഴും ഓൾ ടൈം നമ്മുടെ പിന്നാലെ നടക്കണ ഇബ്ലീസിനെ ആ ഒരു ശക്തിയെ തടുക്കാൻ ബിസ്മില്ലാക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ തന്നെ നമുക്ക് പറയാം അല്ലേ. ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിന് എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളത് അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേ ബിസ്മി ചൊല്ലുന്നുണ്ടല്ലേ. ആ ഭക്ഷണത്തിൽ നിന്ന് ഇബ്ലീസ് എന്താണ് ഷെയറിട്ട് കഴിക്കാതെ വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ബിസ്മി ചൊല്ലണത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ബിസ്മി ചൊല്ലാതെ വെറുതെ അങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടെ ആരുണ്ടാവും ഭക്ഷണം കഴിക്കാൻ? ഇബ്ലീസും കൂടെ ഉണ്ടാവും അല്ലേ. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അള്ളാഹിൻ്റെ പേര് ആണല്ലേ. നമ്മൾ ചൊല്ലുന്ന ദിക്റുകളില്ലേ, 4 ദിക്ർ, ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ. ഇവയൊക്കെ അള്ളാഹിൻ്റെ പേര് വരുന്നുണ്ടെങ്കിൽ ആ നാമത്തിനൊക്കെ എത്രമാത്രം പവർ ഉണ്ടായിരിക്കും അല്ലേ. ഈ ലോകം മുഴുവൻ പിടിച്ച് കുലുക്കാനുള്ള പവർ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ദിക്റുകൾക്കുണ്ട്. നമുക്കറിയില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ദുആകളൊക്കെ അല്ലേ, ദിക്റുകളൊക്കെ. അപ്പോൾ ഈ ദിക്റുകൾ നമ്മുടെ തുലാസിൽ എന്താണ് ഘനം കൂട്ടുന്നു അല്ലേ. അള്ളാഹു വെറുതെ പറഞ്ഞതാണത് അള്ളാഹ്. അപ്പം ഇതൊക്കെ പറയാണ്ട്. അപ്പം വെറുതെ അല്ല നമുക്ക് ഇത്രയും ഇങ്ങനെയൊക്കെ ഹെവി ആയിട്ടുള്ള ദിക്റുകളൊക്കെ നമ്മളോട് ചെല്ലാൻ പറഞ്ഞത് അല്ലേ. അതെന്താണ്, സംരക്ഷണമാണ്, ബർക്കയാണ്, പവറാണ് അല്ലേ. അപ്പം അള്ളാഹ് എന്ന് പറയുമ്പം ആ പേരിൽ തന്നെ എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാ നിയന്ത്രണവും ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ എല്ലാ പേരുകളും അടങ്ങിയിട്ടുള്ള ഒരു പേരാണ് അള്ളാഹ് അല്ലേ. അള്ളാഹിൻ്റെ പേര് കൊണ്ട് നമ്മൾ അള്ളാഹിനെ വിളിക്കുമ്പോൾ എല്ലാ പേരുകളും അതിനകത്ത് വന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ 99 പേരുകളുണ്ടെങ്കിൽ എല്ലാ പേരുകളും അടങ്ങിയിരിക്കുന്ന പേരാണ് അള്ളാഹ് എന്നുള്ളത്. അതിൽ സമീഉണ്ട്, ബസീറുണ്ട്, അലീമുണ്ട്, ഹയ്യുൽ ഖയ്യൂമുണ്ട് അല്ലേ. അപ്പം ഏറ്റവും മഹത്വമുള്ള നാമമാണ്, പേരുകളിൽ ഏറ്റവും മഹത്വമുള്ള നാമമാണ് അള്ളാഹ് അല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മളില്ലേ ഇപ്പോൾ ഖുർആനിലൊക്കെ ആണെങ്കിൽ ഓ അള്ളാഹ് അങ്ങനെ അള്ളാഹുമ്മ എന്ന് വെച്ചിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ വരുന്നുണ്ട് അല്ലേ. ഒക്കെ അള്ളാഹുമ്മ വെച്ചിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അള്ളാഹ് എന്നൊക്കെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വായിൽ വരുന്ന വാക്കാണ് അള്ളാഹ് അല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ എല്ലാ നാമങ്ങളും ചേരുന്നതാണ് അള്ളാഹ് എന്നുള്ളത്. അപ്പോൾ അള്ളാഹ് എന്നുള്ളതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ 99% പേരുകൾ അടങ്ങിയിരിക്കുന്ന പേരാണ് അള്ളാഹ് എന്നിട്ടുള്ളത്. എന്നിട്ടും നമുക്ക് എന്താണ് പരാതിയാണല്ലേ. എന്താ പരാതി? എൻ്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കണില്ല. അപ്പോൾ അള്ളാഹ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനയും അള്ളാഹ്ക്ക് ഉത്തരം നൽകും. പക്ഷെ എന്താ കുഴപ്പം? നമ്മളെല്ലാം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ഉത്തരം കിട്ടണമെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് തെറ്റുപറ്റുന്നത് അല്ലേ. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമുക്ക് ഉത്തരം കിട്ടണം. നമ്മൾ വിചാരിച്ച റൂട്ടിലൂടെ തന്നെ അള്ളാഹു ഉത്തരം തരണം എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് നിരാശ വരുന്നത് അല്ലേ. നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകും. അത് അത്രയ്ക്കും പവറാണ് അള്ളാഹ് എന്ന ഒരു നാമത്തിനുള്ളത്. അതുപോലെ ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന പേരാണ് അല്ലേ അള്ളാഹ് അല്ലേ. ഇവൻ്റെ ഒരു കുട്ടിക്ക് പോലും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന പേരാണ് അള്ളാഹ് അല്ലേ. ഏറ്റവും
ഏത് ഭാഷക്കാർക്കും, ഏത് ഭാഷയായിട്ട് ഏത് രാജ്യക്കാരാകട്ടെ, ഇനി അറബി അറിയില്ല അറിഞ്ഞോട്ടെ അറിയാത്തവരായിക്കോട്ടെ, ഏത് ആൾക്കാർക്കും ഒരു വിഷമവുമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് അള്ളാഹ് എന്നുള്ളത് അല്ലേ. അപ്പം ഖുർആനിൽ 2724 തവണ അള്ളാഹ് എന്ന് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്, പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാഹ് പറയാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഭംഗിയുള്ള പേരുകൾ അതുകൊണ്ടാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിളിക്കുക, എൻ്റെ പേരുകൾ ഉപയോഗിച്ച് വിളിക്കുക. അപ്പോൾ നമ്മളെല്ലാ പരാതികളും അവിടെ അവസാനിച്ചു. എന്താണ്, അള്ളാഹ് എനിക്ക് ഉത്തരം തരണം എന്നുള്ള പരാതി അവസാനിച്ചു. കാരണം അള്ളാഹ് എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന വാക്കാണ് അള്ളാഹ്. നമുക്ക് എപ്പോഴും അത് ഉപയോഗിക്കാം. നമ്മളെപ്പോഴും നമ്മളെ വായിൽ വരുന്നൊരു വാക്ക് തന്നെയാണ് അല്ലേ അള്ളാഹ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹ് എന്നുള്ള പേര് എത്രത്തോളം മഹത്വമായിട്ടുള്ളതാണ്, എത്രത്തോളം പവറായിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉത്തരം ഇന്നല്ലെങ്കിൽ ഒരു ദിവസം അള്ളാഹ് തരും എന്ന് അള്ളാഹ് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഇരിക്കും തന്നിട്ടുണ്ടാവുക, വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് അള്ളാഹ് എന്നുള്ളത് അത്രയും മഹത്തായിട്ടുള്ള പേരാണ്, ഈ നാമങ്ങളൊക്കെ കൂടിയിട്ടുള്ള പേരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹ് എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല എന്നുള്ള നമ്മൾ പറയാനേ പാടില്ല. അള്ളാഹു എല്ലാത്തിനും ഉത്തരം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ 99 പേരുകളിലെ ഒന്നാമത്തെ പേരാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര്, അള്ളാഹുവിൻ്റെ എല്ലാ പേരുകളും കൂടി ചേർന്നതാണ്. അപ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏത് സമയത്ത് എപ്പോഴും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന പേരാണ്, ഏത് സമയത്തും. അത് പ്രത്യേക സന്ദർഭം വേണം എന്നില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ ഞാൻ പറഞ്ഞില്ലേ 2724 തവണ അള്ളാഹ് എന്നുള്ള പേര് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം മഹത്തുള്ള പേരാണ് അള്ളാഹ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ പറയുക, അള്ളാഹ് ഉത്തരം തരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെ പ്രാർത്ഥന കൊണ്ട് നടക്കുക. അങ്ങനെ പ്രതീക്ഷ ഉണ്ടാകുമ്പോഴേ നമുക്ക് അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടവും സ്നേഹവും കൂടുള്ളൂ അല്ലേ. അതിനെന്ത് ചെയ്യണം, ആദ്യം അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അതിന് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആഗ്രഹിച്ചതുപോലെ ഉള്ള ഭക്തിയോടും ബഹുമാനത്തോടും കൂടിയിട്ട് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ, നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹിനോട് പറയാൻ, അള്ളാഹിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ, അള്ളാഹിനെ സെൻറ്ററാക്കി ജീവിക്കാൻ, അള്ളാഹ് എന്ന ചിന്തയിൽ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ഓക്കെ, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.